Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna. Sigma Electronics Gallery Edavanna Edavannapara Arikode Manjeri Nilambur. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ, എടവണ്ണ. എടവണ്ണയിൽ വീട്ടിൽ നിർത്തിയിട്ട് 2 വാഹനങ്ങൾ കത്തിച്ച കേസിൽ ഒരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിലെ മറ്റു പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ജൂലൈ 29-ന് പുലർച്ചെയാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. കേസിൽ ഉൾപ്പെട്ട 4 പേരെ മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു. എടവണ്ണ പൊന്നാംകുന്ന് സ്വദേശി 37 വയസ്സുകാരൻ PC അബ്ദുൽ മാലിക്കിനെയാണ് ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൃത്യം നടത്തിയ പ്രതികൾ ഓടിച്ചുപോയ കാർ മങ്കടയിൽ അപകടത്തിൽപ്പെട്ടിരുന്നു. ഈ അപകടവുമായി ബന്ധപ്പെട്ട് വാഹനോടമകൾക്ക് പണം നൽകി ഒത്തുതീർപ്പ് നടത്തിയത് മാലിക്കായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. കൃത്യം നടത്തിയ പ്രതികൾ രക്ഷപ്പെടുന്നതിനിടെ നടന്ന ഈ വാഹനാപകടമായിരുന്നു കേസിൽ വഴിത്തിരിവായത്. പണം മായ്ച്ചു നൽകിയ കടയിൽ എത്തിച്ച് പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 2 പേർ ഉൾപ്പെടെ 4 പേരെ ഇനിയും പിടികൂടാനുണ്ടെന്ന് എടവണ്ണ സ്റ്റേഷൻ SHO E ബാബു പറഞ്ഞു. പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കഴിഞ്ഞ ജൂലൈ മാസം 29-ാം തീയതി പുലർച്ചെ അരിന്തൊടിക്ക ഭാഗത്ത് അഷ്റഫ് എന്നയാളുടെ വീടിന്റെ മുൻവശം നിർത്തിയിട്ടിരുന്ന 2 വാഹനങ്ങളും കത്തിച്ചിരുന്നു. ആ കത്തിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നമ്പറില്ലാത്ത ഓൾട്ടോ കാറിലാണ് പ്രതികൾ വന്ന് കത്തിച്ചതെന്ന് സൂചന കിട്ടി. ആ സൂചനയുടെ പിറകിൽ അന്വേഷണം നടത്തിയതിൽ 8 ദിവസത്തിന് ശേഷം മങ്കട വെച്ച് ഈ കാർ ആക്സിഡന്റ് ആവുകയും അതിനെ തുടർന്ന് മങ്കടയുള്ള ആളിനെ കണ്ടെത്തുകയും തുടർന്ന് ചെർപ്പളശ്ശേരിക്കാരായ 2 പേരെയും പരപ്പനങ്ങാടിക്കാരായ 2 പേരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ അറസ്റ്റ് ചെയ്ത പ്രതികളെ ചോദ്യം ചെയ്തതിലും അതുപോലെ ഈ വാഹനത്തിന്റെ ഉടമയെ ചോദ്യം ചെയ്തതിലും അവർക്ക് ഈ ആക്സിഡന്റ് നടന്ന സമയത്ത് പൈസ നൽകിയത് എടവണ്ണയുള്ള ഒരു ഫോൺ നമ്പറിൽ നിന്നാണ് അറിവായിട്ടുള്ളത്. എടവണ്ണയുള്ള ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയപ്പോൾ അത് നമ്മുടെ ഗ്രാൻഡ് ഇലക്ട്രോണിക്സ് ആണെന്ന് അറിയുകയും ഗ്രാൻഡ് ഇലക്ട്രോണിക്സിലെ ഡോക്യുമെന്റ്സ് പരിശോധിച്ചപ്പോൾ എടവണ്ണ സ്റ്റേഷൻ ലിമിറ്റിൽ തന്നെ താമസിക്കുന്ന മാലിക് എന്ന് പറയുന്ന ആളാണ്. അയാൾക്ക് ഈ കക്ഷിയുടേതായ വാട്സാപ്പ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ പാസ്ബുക്കും അക്കൗണ്ട് ഡീറ്റെയിൽസും എല്ലാം അയച്ചു കൊടുത്തതും പൈസ നൽകിയതും അയാളാണെന്ന് അറിവായിട്ടുള്ളതാണ്. അപ്പോൾ FIR-ൽ പറഞ്ഞ മാലിക് എന്ന് പറയുന്ന പ്രതി ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുകൊണ്ട് അയാളെ ഇന്ന് 3:45 മണിയോടുകൂടി അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് തെളിവെടുപ്പിന് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. എടവണ്ണ ആര്യത്തൊടിയിലാണ് ഗൾഫ് വ്യവസായിയുടെ വീടിന് മുൻപിൽ നിർത്തിയിട്ട 2 വാഹനങ്ങൾ കഴിഞ്ഞ മാസം 29-ന് രാത്രിയിൽ തീ വെച്ച് നശിപ്പിച്ചിരുന്നത്. വീടിന് കാര്യമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. എടവണ്ണ പോലീസും മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ സ്പെഷ്യൽ സ്ക്വാഡും ചേർന്ന ഇടുക്കി മറയൂർ പോലീസിന്റെ സഹായത്തോടെയാണ് മറയൂർ വനമേഖലയിലെ ഒളിസങ്കേതത്തിൽ കഴിഞ്ഞിരുന്ന 3 പ്രതികളെ മുൻപ് പിടികൂടിയിരുന്നത്. Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna. Sigma Electronics Gallery Edavanna Edavannapara Arikode Manjeri Nilambur. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ.
അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ, എടവണ്ണ.